പ്രിയ സഹോദരരെ കനിവാലയത്തീമോരേ പരിപാലകരാണോരേ പദവികളതും ഏറെ. അസ്സലാമു അലൈക്കും. AV മുഹമ്മദ് ഇശലുകളുടെ സുൽത്താൻ ഓർമ്മയായിട്ട് 4 നൂറ്റാണ്ട് പിന്നിടുന്നു. AV എന്ന രണ്ടക്ഷരത്തിൽ അറിയപ്പെട്ടിരുന്ന മരിക്കുന്നതുവരെ മലയാളികളെ വിസ്മയപ്പെടുത്തി 100-ൽ പരം മാപ്പിളപ്പാട്ടുകൾ മലയാളത്തിന് സമ്മാനിച്ച ഈ അനുഗ്രഹീത ഗായകനെ കുറിച്ചുള്ള അനുസ്മരണ വിവരണമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. ഏവർക്കും എൻ്റെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. 50കളിലും 90കളിലും കേരളത്തിന്റെ കല്യാണ വീടുകളിലും മുസ്ലിം ജീവിതത്തിന്റെ വൈകാരിക മണ്ഡലത്തിൽ ഏറെ ഇളക്കങ്ങൾ സൃഷ്ടിച്ച തനത് മാപ്പിളപ്പാട്ടുകളാണ് AV മുഹമ്മദ് എന്ന പാട്ടുകാരനെ ആസ്വാദകർക്ക് പ്രിയങ്കരമാക്കിയത്. ഉല്ലാസമന്ദിരം പ്രപഞ്ചത്തിന്റെ മധ്യമേ കീർത്തനം ജഗൽ സംഗീതമേ കനിവോടെ മൊത്തം കൊള്ളുന്ന മൊത്തീങ്ങളും ഹരിയിലുള്ള ഇബ്രാഹിം തീർത്തതേ പുത്രന്റെ അള്ളാഹുവിന്റെ പൂരിഷ പ്രകാശമേ പണ്ട് എന്റെ പിതാവ് ഗൾഫിൽ നിന്ന് അവധിക്ക് വരുമ്പോൾ കൊണ്ടുവന്നിരുന്നവയിൽ ഭൂരിപക്ഷവും AV മുഹമ്മദ് സാഹിബിന്റെ കാസറ്റുകളായിരുന്നു. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമുള്ള സമ്മാനങ്ങളിൽ ഇവ അവനവനു തന്നെയുള്ള സമ്മാനങ്ങളായി നിലകൊണ്ടു. ഗൾഫ് വീടുകളുടെ ഉമ്മറങ്ങളിലെ നാഷണൽ പനാസോണിക് ടേപ്പ് റെക്കോർഡറുകൾ ഇവരുടെ പാട്ടുകൾ അത്തർ മണത്തിനൊപ്പം അന്തരീക്ഷത്തിലേക്ക് വിക്ഷേപണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. തലക്കനം നിറഞ്ഞ പാട്ടുകാരുടെ ലോകത്ത് ഏറ്റവും സാധാരണക്കാരനായി ജുബ്ബയും രോമത്തൊപ്പിയും ധരിച്ചു മൺതരികളെ വേദനിപ്പിക്കാതെ AV എന്ന ആ മഹാപ്രതിഭയുടെ ലാളിത്യം ഒന്ന് വേറെ തന്നെയായിരുന്നു. ചലച്ചിത്രഗാന ശൈലിയുമായി വേറിട്ട് നിന്നിരുന്ന മാപ്പിളപ്പാട്ട് ശാഖയ്ക്ക് ജനപ്രിയ സംഗീതം നൽകിക്കൊണ്ട് ബാബുരാജ് തകർത്താടിയ ഒരു കാലമുണ്ടായിരുന്നു. മുസ്ലിം കല്യാണ വീടുകളിലും കുറിക്കല്യാണ പന്തലിലും ബാബുക്കയുടെ ശബ്ദത്തിലും ഈണത്തിലും പിറവിയെടുത്ത മാപ്പിളപ്പാട്ടുകൾക്ക് കല്യാണ സദ്യകളെക്കാൾ പ്രിയമായിരുന്നു അക്കാലത്ത്. AV മുഹമ്മദ് എന്ന മാപ്പിളപ്പാട്ട് ഗായകൻ അനശ്വരമാക്കിയ മിക്ക ഗാനങ്ങൾക്കും സംഗീതമൊരുക്കിയത് ബാബുരാജായിരുന്നു. പരൻ വിധിച്ചുമ്മാവിട്ട് മനുഷ്യ നീ മറന്നിടുന്നു ഇലാഹായ പുരാനോട് പകലൽ നിശാനി ആലം തകർത്താളിയിടണം നിൻ പാപമല്ല ബിസ്മിയും ഹംദും സ്വലാത്തും അഴകിൽ മികച്ചു നിൽക്കും ആകലോക കാരണമുത്തൊളി എന്നീ ഗാനങ്ങളെല്ലാം ബാബുക്കയുടെ മാസ്മരിക സംഗീതത്തിൽ AV മുഹമ്മദ് അനശ്വരമാക്കിയവയായിരുന്നു. ഇസ്ലാമിക കഥകളെ ഇതിവൃത്തമാക്കി രചിക്കപ്പെട്ട അക്കാലത്തെ പല നാടകങ്ങളിലെയും പ്രധാന ആകർഷണം ബാബുക്ക ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളായിരുന്നു. ഡോക്ടർ ഉസ്മാൻ KG ഉണ്ണീൻ നാടകങ്ങളിലെ ആശിച്ച പോലെ നടക്കൂല, പൂച്ചെടിപ്പൂവിന്റെ മൊട്ട്, അലങ്കാരപ്പദവിൽ കളിയാടുഞ്ഞാൻ, ദൂരെ ദൂരെ ദുനിയാവിനക്കരെ എന്നീ ഗാനങ്ങൾക്ക് ഇന്നും കിഴക്കൻ ഏറനാട്ടിൽ വീര്യമുണ്ട്. PNM ആലിക്കോയ, PM കാസിം, SM കോയ എന്നീ സംഗീത കുലപതികളോടൊപ്പം നാടകങ്ങളുടെയും ഗാനമേളകളുടെയും വേദികളിൽ ബാബുരാജ് എന്ന പ്രതിഭയുടെ വളർച്ച കണ്ടവരാണ് മലബാറുകാർ. അന്നത്തെ ആഘോഷരാവുകൾ പ്രിയങ്കരമാവുന്നത് ഹാർമോണിയപ്പെട്ടികളിൽ ബാബുക്കയുടെ മെലിഞ്ഞു നീണ്ട കൈകൾ അമരുമ്പോഴായിരുന്നു. ഹക്കായ മാർഗമിൽ നടക്കാനിന്നാളുകൾ മുടക്കാണ് മുത്ത് ഹബീബേ, കണ്ണീരാൽ നിർമ്മിച്ചൊരു പെട്ടിയിതാ. ഹക്കായ മാർഗമിൽ നടക്കാനിന്നാളുകൾ മുടക്കാണ് മുത്ത് ഹബീബേ, ഹയ്യായേ തമ്പുരാന്റെ തുയ്യാ ജന്നാത്ത് വിട്ട് തീയാണവർക്ക് ഹദാബ്, ദിക്കാകെ വഞ്ചനയും ധിക്കാരവേലകളും. ഈ വരികളുടെ ലാളിത്യം നോക്കുക. ഈ വരികൾ മലപ്പുറം മലയാളത്തിന്റെയും ഏറനാടൻ തനിമയുടെയും നേർരേഖകളാണ്.
അതുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടുകാർ ഈ കാസറ്റുകൾ പൊതിഞ്ഞെടുത്ത് മരുഭൂമിയുടെ ദയാരഹിതമായ ചൂടിലേക്ക് യാത്ര തിരിക്കുന്നത്. ജീവിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന, ജീവിതത്തെ സത്യസന്ധമായി നേരിടാൻ ധൈര്യപ്പെടുത്തുന്ന പ്രത്യാശഭരിതമായ ശബ്ദമാണ് ഏവിയുടേത്. പെരുന്നാളും ഹജ്ജും വരുമ്പോൾ, കഅബയും മദീനയും നിലവിൽ വരുമ്പോൾ ഏവി നമ്മുടെ ഹൃദയവികാരങ്ങളുടെ ഭാഷാന്തരം നടത്തുന്നു. പരിശുദ്ധ പ്രശോഭനം, ബൈത്തുൽ ഹറം പോരിശ, അള്ളാഹുവിന്റെ പോരിശ പ്രകാശഗേഹമേ, പുണ്യ മദീന മതിൽ ചെന്നു മറഞ്ഞൊരു മദി, മദീന റൗളയിൽ അന്തിയുറങ്ങുന്ന ഇലാഹായ പുരാനോട് ഇരവും പകലും. ഇങ്ങനെ എത്രയോ പാട്ടുകൾ ഏവിയെ നമ്മുടെ ഹൃദയത്തിൽ അയൽപ്പക്കത്തെ പാട്ടുകാരനാക്കുന്നു. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലാണ് എ.വി. മുഹമ്മദ് സാഹിബിന്റെ സ്വദേശം. പിതാവ് ആഴിവളപ്പിൽ കുഞ്ഞുമൊയ്തീൻ തോണിക്കാരനായിരുന്നു. മാതാവ് മമ്മത്തുമ്മ. 2 സഹോദരിമാർക്കുള്ള ഏക സഹോദരനായിരുന്നു എ.വി. മുഹമ്മദ്. തിരൂരങ്ങാടിയിലെ ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. എങ്കിലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും പാടിയിട്ടുണ്ട്. 1971 ബാബുരാജുമൊത്ത് ആദ്യമായി നടത്തിയ ഗൾഫ് പര്യടനത്തിൽ ഒരു നാടകം ബാബുരാജിന്റെ സംഗീത സംവിധാനത്തിൽ 1972 പുറത്തിറങ്ങിയ അഴിമുഖം എന്ന ചിത്രത്തിൽ പാടുവാൻ വേണ്ടി ഏവിക്കാക്ക് ഒരവസരം കൈവന്നിരുന്നു. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മാതാവ് മരിച്ചതറിഞ്ഞ് തിരിച്ചു വരികയും അതിനെ തുടർന്ന് ബാബുരാജ് തന്നെ സ്വന്തമായി ആ പാട്ട് പാടുകയാണുണ്ടായത്. ഹോട്ടൽ കച്ചവടമായിരുന്നു തൊഴിൽ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പാടുകയും എഴുതുകയും ചെയ്യുമായിരുന്നു. എന്നാൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയില്ല. ഹോട്ടൽ നടത്തിപ്പുമായി കർണാടകയിലെ ശ്രീമുഖത്തേക്ക് പോയി. അവിടെ നിന്നും വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ബാബുരാജ് ടീമിന്റെ ഒരു ഗാനമേളയിൽ ഏവിക്ക് പാടാൻ ഒരു അവസരം കിട്ടി. ആ പാട്ടുകാരനെ ബാബുരാജിന് ഏറെ ഇഷ്ടപ്പെടുകയും ബാബുരാജുമായി പരിചയപ്പെടുന്നതും ബാബുരാജിന്റെ സംഗീതത്തിൽ ഏവി പാടിയിട്ടുള്ള 50-ൽ പരം ഗാനങ്ങളിൽ ഒട്ടുമിക്കതും കെ.ടി. മൊയ്തീൻ, കെ.ടി. മുഹമ്മദ് സഹോദരന്മാരുടെ മികച്ച രചനകളായിരുന്നു. എല്ലാർ ഈശ്വരി, എല്ലാർ അഞ്ജലി എന്നീ പ്രശസ്ത ഗായികമാരാണ് ഏവിയുടെ കൂടെ പാടിയിട്ടുള്ളത്. അറബി മലയാളം എന്ന സാംസ്കാരിക ഭാഷയിൽ നിന്ന് ഉറവെടുത്ത മനോഹര ശില്പങ്ങളാണ് പരൻ വിധിച്ചുമ്മാവിട്ട് ചൊങ്കിൽ നടക്കുന്ന എന്ന് തുടങ്ങുന്ന ഗാനം. ജീവിത സമാകാലികതയിൽ മരണത്തെ മറന്നു ജീവിക്കുന്നവരോടുള്ള മരണത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഗാനം. ഈ ഗാനത്തെക്കുറിച്ചും പാട്ടുപാടിയ ഏവിക്കെക്കുറിച്ചും പ്രസംഗകലയിലെ രാജകുമാരൻ സമദാനി സാഹിബ് പറയുന്നത് കേൾക്കുക. മറിയം, സുബൈദ, റാഫി, സീനത്ത്, ഷഹർബാനു, സാറ. ഇവരിൽ റഷീദ് കുവൈത്തിലും റാഫി സൗദിയിലും ജോലി ചെയ്യുന്നു. ലഭിച്ച പുരസ്കാരങ്ങൾ ഇവയാണ്: സംഗീത നാടക അക്കാദമി അവാർഡ്, 1971 ഖത്തർ സ്പോർട്സ് മിനിസ്ട്രി അവാർഡ്, PSM കോളേജ് തിരുവരങ്ങാടി സർഗപ്രതിഭാ പുരസ്കാരം, 1994 ഹജ്ജ് കർമ്മം നിർവഹിച്ചു. അതിനടുത്ത വർഷം 1995 ബലിപെരുന്നാളിന്റെ സന്തോഷവേളയിൽ സംഗീത പ്രേമികളെ ദുഃഖത്തിലാഴ്ത്തി തിരൂരങ്ങാടിയിലെ സ്വവസതിയിൽ വെച്ച് ഹൃദയാഘാതം മൂലം ആ ജീവൻ എന്നേക്കുമായി വിട പറഞ്ഞു. തിരൂരങ്ങാടി നടുവിലെ പള്ളിയിലാണ് കബറടക്കിയത്. അദ്ദേഹത്തിന് പരലോക ജീവിതത്തിൽ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകിരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു മൺമറഞ്ഞു പോയ മഹാപ്രതിഭയുടെ വിവരണവുമായി വൈകാതെ എത്തിടാം. അതുവരയ്ക്കും ഈ വീഡിയോ കണ്ട നിങ്ങളെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.